ഹലോ, ഇന്ന് ഞാൻ കപ്പ ബിരിയാണിയാണ് ട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമുക്കൊരു കപ്പക്കൂട്ട് കിട്ടിയിട്ടുണ്ട്. ഇറച്ചി മാത്രമല്ല, ബീഫ് മാത്രമല്ല, അതിലേക്ക് കുറച്ച് എല്ലും കൂടി ചേർത്തിട്ടുള്ള മിക്സാണ്. എന്നാലാണ് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടുള്ളൂ. അപ്പം അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, നിറഞ്ഞു നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച്, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് നമ്മൾ കുക്കറിൽ വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി നമ്മൾ കപ്പയൊക്കെ നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു കുക്കറിൽ കഴുകി ഊറ്റിയെടുത്ത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. വളരെ ടേസ്റ്റുമാണ്. വൈകുന്നേരത്തെ ചായക്കാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും കപ്പ ബിരിയാണി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അതൊക്കെ നമ്മുടെ അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പം നമ്മുടെ എല്ലാം വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കപ്പ ഒരു അരിപ്പയിലേക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞ് വയ്ക്കാം. ഇനി നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫും റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കണത് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കമുളകാണ്. ചെറിയുള്ളി ഒരു വലിയ ചെറിയുള്ളി ആയിരുന്നത് കൊണ്ട് ഞാനൊരു 10 എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമ്മുടെ ഇഷ്ടത്തിന് ആവശ്യത്തിന് ചേർക്കാം. ഈ കപ്പയായതുകൊണ്ട് ഗ്യാസൊന്നും അധികം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മുളകൊക്കെ ഞാൻ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. മുളകൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാം. ഒരു വലിയ ഇഞ്ചി ഇത്രയാണ് ഞാൻ എടുത്തേക്കണത്. അപ്പം ഇനി നമുക്ക് ആദ്യമേ തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഉണക്കമുളക് കൂടുതലിടാം. ഞാൻ ഉണക്കമുളക് 2 ഇട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ എരിവ് അധികമായി കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പം നമ്മുടെ ഈ ഉള്ളിയും മുളകും പേസ്റ്റ് മൂത്ത് വന്നിട്ടുണ്ട്. അതാ ഈ കളർ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയൊക്കെ ചേർത്ത് കൊടുത്ത് ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതിലിട്ട് ഈ മസാലക്കൂട്ടുകളെല്ലാം നല്ലോണം വറുത്തെടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും ഒക്കെ അളവ് കൂട്ടാം. ഞാൻ എരിവ് എപ്പോഴും കുറച്ചാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു അളവിലാണ് ഞാൻ എടുക്കാറുള്ളത്. ഇപ്പം നമ്മുടെ പൊടികളെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
നമ്മൾ ഊറ്റി വെച്ചേക്കണത് കപ്പയും ബാക്കി നമ്മൾ വേവിച്ച് വെച്ചേക്കണ ഇറച്ചിയും കൂടിയും ഈ മസാലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കപ്പയും ഈ ഇറച്ചിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. നമുക്ക് ആ ഇറച്ചിയുടെ കുക്കറിലുള്ള ബാക്കി അരപ്പൊക്കെ പിടിച്ചതിലിരിക്കുന്നുണ്ടാവും. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഈ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിലേക്ക് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഉണ്ടായാലാണ് നമുക്ക് നന്നായിട്ട് ഉടഞ്ഞ് വരുള്ളൂ. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് പിടിപ്പിക്കുക. വെള്ളം വറ്റിച്ചെടുക്കുക. എനിക്ക് നന്നായിട്ട് ഉടച്ചെടുക്കുന്നതാണ് ഇഷ്ടം. ചിലർക്ക് ഉടയ്ക്കാത്തതായിരിക്കും ഇഷ്ടം. അപ്പം എങ്ങനെയായാലും ഉടച്ചാണോ ഉടയ്ക്കാത്തതാണെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് കൊടുക്കുക. ഞാൻ നന്നായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. എന്നാലാണല്ലോ നന്നായിട്ട് ഉടച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. ഉടച്ചെടുക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ജസ്റ്റ് നമുക്ക് ഈ കപ്പയും ഇറച്ചിയും കൂടിയും നമ്മുടെ ആ മസാല എല്ലാം മൊത്തം പിടിപ്പിച്ച് ഇളക്കി ഒന്ന് എടുത്താൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പയും ബിരിയാണി ഉണ്ടാക്കാനുള്ള പണി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് കപ്പയും ഇറച്ചിയും കൂടി കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.